ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ടിരിക്കണം കേട്ടോ. വന്ന് നമ്മുടെ റമദാൻ ഇവിടെ തീരാറായില്ലേ? എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോണത്. ഒരു മാസം കഴിഞ്ഞാണല്ലോ. ഇന്നിപ്പോൾ നോമ്പ് 22 ഇന്നലെ എന്തോ പൂവട ഉണ്ടാക്കി കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ ഇന്നലെ പൂവട ഉണ്ടാക്കി. അപ്പോൾ അതിങ്ങനെ ആവിക്ക് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഉമ്മയോട് പറയുകയും ചെയ്തു, നോമ്പിനൊക്കെ ആരെങ്കിലും പൂവട പോലത്തെ അതൊക്കെ ഉണ്ടാക്കുമോ എന്നുള്ളത്. അപ്പം ഉമ്മ പറയാം, എന്താ ഉണ്ടാക്കുന്നതിന് എന്താ കുഴപ്പം. അപ്പോൾ ഞാനും പറഞ്ഞു, നമുക്ക് എപ്പോഴാണോ കഴിക്കാൻ ആഗ്രഹം അപ്പോൾ ഉണ്ടാക്കുക, അത്ര തന്നെ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുതന്നെ ഉള്ളൂ, ആകെ ഒരു 8-10 ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം വെറുതെ അഥവാ സമയത്ത് നമുക്ക് കഴിക്കാം തോന്നിയില്ലെങ്കിൽ വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മളാകെ ഒരു 8-10 ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ വെന്തു. പിന്നെ അതുപോലെ ഇന്നലെ നമ്മുടെ നോമ്പ് തുറക്കുമ്പോഴത്തെ കടി എന്ന് പറയുന്നത് കപ്സയാണ്. പിന്നെ സാധാരണ എല്ലാവരും കപ്സ് വെക്കുമ്പോൾ ചിക്കനായാലും ബീഫായാലും റൈസിൻ്റെ കൂടെ ഒരുമിച്ചിട്ടിട്ടൊക്കെയാണല്ലോ വേവിക്കൽ. അപ്പോൾ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഇന്നലെ ചെയ്തിട്ടുള്ളത്. അതായത് ചോറ് അരി സെപ്പറേറ്റ് വേവിച്ചു, പിന്നെ കറി വേറെ ഉണ്ടാക്കിയേക്കാണ്. കാരണം ഒരുമിച്ചിട്ടിട്ട് ഇതാവണ്ട. അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കണ പോലെ അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചു. പിന്നെ കറി ബീഫായിരുന്നു. അപ്പോൾ ബീഫ് ഇതാ നല്ല മങ്കുടുക്കിയിൽ നാടൻ രീതിയിൽ അതും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് അരി ഇട്ട് കൊടുത്ത്, അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ അത് ഇളക്കി കൊടുത്ത് അതവിടെ മൂടി വെച്ചാൽ അത് സെറ്റായി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായി തുടങ്ങി. സാധനങ്ങളൊക്കെ നിരത്തി വെച്ചു. അപ്പോൾ എന്നുമുള്ള പോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസും ജ്യൂസും മാത്രം കേട്ടോ. ഇന്ന് പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പൂവടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാൻ പ്രത്യേകം മറക്കരുത്. തൈരോടെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അതിൽ തന്നെ പല ആൾക്കാരും അസംതൃപ്തരാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അവരെങ്ങനെയാണ് നാഷണൽ കൗൺസിൽ വരെയുള്ള എക്സിക്യൂട്ടീവ് ഒക്കെ ഉള്ള ആൾക്കാരാണ്, അവരുടെ നഗരസഭ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, ആ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കും? തൈരാണ്, മറ്റേ തക്കാളി ചട്നിയൊന്നും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഗോ ടു പേഴ്സൺ എന്തെങ്കിലും ഒരു പുളിയാണല്ലോ. പ്രസക്തി. അപ്പൊ അത് കേവലം സെൻട്രലി മാത്രം പ്രവർത്തിക്കേണ്ടതെന്നല്ല, മറിച്ച് ജില്ലാ തലത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഇനി കുറേയധികം ആൾക്കാരൊക്കെ നമുക്കറിയാമല്ലോ, ബീഫ് സെപ്പറേറ്റും. രീതി എന്ന് പറയുന്നത് തന്നെ പുതിയൊരു സാധാരണ കപ്സൊക്കെ നമ്മൾ തക്കാളി ചട്നി പോലെ തന്നെ ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഉണ്ടാക്കാനുള്ള ഒരു മടി കാരണം പിന്നെ തൈര് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നലത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.